തന്നെ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സിനിജി. ആയുധങ്ങളുമായി അമേരിക്കയിൽ നിന്ന് ഒരു വിമാനം പറന്ന് ബംഗ്ലാദേശിൽ എത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും ഈ വിമാനത്തിൽ ആയുധങ്ങളുമായി ബംഗ്ലാദേശിൽ വന്നതിൻ്റെ അമേരിക്കൻ ലക്ഷ്യം? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് പൂർണ്ണമായി ഇപ്പോഴും അയവ് വന്നിട്ടില്ല. മാത്രമല്ല, പാകിസ്ഥാൻ ഏതാണ്ട് പരോക്ഷമായി സഹായിക്കുന്ന നിലപാട് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ചൈനയും തുർക്കിയുമാണ് നേരിട്ട് സഹായിച്ചതെങ്കിലും ബംഗ്ലാദേശും ഏതാണ്ട് അതിനോട് കൂടിയാണ്. കാരണം അന്ന് പറഞ്ഞിരുന്നു, ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയോ അല്ലെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുകയോ ചെയ്താൽ ഞങ്ങൾ, അതായത് ബംഗ്ലാദേശികൾ, നമ്മുടെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താം ചൈനയുടെ പിന്തുണയോടെ. അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ ഒരു വിമാനം, അതും ആയുധങ്ങൾ നിറച്ച വിമാനം ബംഗ്ലാദേശിലേക്ക് വന്നിറങ്ങുന്നു. അപ്പോൾ നമുക്ക് സംശയം തോന്നും, സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ എന്തിനാണ് ഈ പറയുന്ന ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുന്നത്? സംശയമാണ്. പക്ഷേ ഇവിടെ ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, അതായത് ബംഗ്ലാദേശിലെ പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആയുധങ്ങൾ ബംഗ്ലാദേശിന് പോലുമല്ല, മ്യാൻമറിനാണ്, അതായത് അരക്കൻ ആർമിക്കാണ്. അരക്കൻ ആർമി എന്ന് പറയുന്നത് ബംഗ്ലാദേശിന് നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തദ്ദേശീയമായ ഒരു പ്രതിരോധ വിഭാഗമാണ്. അപ്പോൾ ആ അരക്കൻ ആർമിക്ക് കൊടുക്കാൻ ആയുധങ്ങളുമായിട്ട് അമേരിക്ക എത്തിയെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പൊളിറ്റിക്സ് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഗൂഢാലോചന, എന്തൊക്കെയോ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും ആയുധങ്ങളിൽ ഒരു പങ്ക് അരക്കൻ ആർമിക്ക് കിട്ടിയാൽ അവരെ ആയുധം അണിയിക്കുന്നു എന്നാണ് അർത്ഥം. നേരത്തെ ബംഗ്ലാദേശ് പറഞ്ഞിരുന്നത് അരക്കൻ ആർമിക്ക് ആയുധവും പണവും എല്ലാം നൽകുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഏത് രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഉടനെ അവരെ ഇന്ത്യ സഹായിക്കുന്നു. ഇപ്പൊ അറിയില്ല, ബലൂചിസ്ഥാനിൽ അപ്പൊ പറയും ഇന്ത്യ കൊടുക്കുന്നു. ഇവിടെ ഇപ്പം അരക്കൻ ആർമി അന്നും പറഞ്ഞ് ഇന്ത്യ കൊടുക്കുന്നു. പക്ഷേ ഇവിടെ അമേരിക്ക അരക്കൻ ആർമിക്കായിട്ട് ഒരു വിമാനം നിറയെ ആയുധങ്ങളുമായി എത്തുന്നു. ആ ആയുധങ്ങളുമായി എത്തിയ വിമാനം ബംഗ്ലാദേശിൽ ഇറങ്ങുന്നു. അപ്പോൾ ബംഗ്ലാദേശിലെ യൂണിറ്റ് സർക്കാരുമായിട്ട് ട്രംപിന് അത്ര നല്ല ബന്ധമല്ല. അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇവർക്കുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെ അമേരിക്ക മരവിപ്പിച്ചു. അങ്ങനെയുള്ള ഘട്ടത്തിൽ അമേരിക്ക എന്തിനാണ് ആയുധങ്ങൾ ബംഗ്ലാദേശിന് കൊടുക്കുന്നത്? സംശയം വീണ്ടും ഉയരുകയല്ലേ? അതെ, തീർച്ചയായിട്ടും. ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് വളരെ കലുഷിതമായ അവസ്ഥയിലാണ്. കാരണം യുനെസിനെ അംഗീകരിക്കാൻ ആർക്കും കഴിയാത്തൊരവസ്ഥയിൽ. മാത്രമല്ല, ഹസീന പറയുന്നുണ്ട്, ഞാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരും. അത് ഇന്ത്യയിൽ അഭയം തേടിയ ഹസീന പറയുന്നതാണ്. എന്തായാലും ഹസീനയെ ഇന്ത്യ സഹായിക്കാതിരിക്കില്ല. നമ്മുടെ അയൽ രാജ്യത്തോട് നമുക്ക് വലിയ കൂറുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു യുനെസ് വരുന്നതിന് മുൻപ് വരെ. കാരണം ഇന്ത്യ നൽകിയ സംഭാവനയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിനോട് നമുക്ക് വലിയ കൂറുണ്ട്, സ്നേഹമുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിലും യുനെസ് വന്നതോടുകൂടി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു. ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ബംഗ്ലാദേശിലെ ഭരണ സംവിധാനങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങി. അത് ഇന്ത്യൻ സർക്കാരിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. മാത്രമല്ല, സന്യാസിമാരടക്കമുള്ളവരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജയിലിലേക്ക് പിടിച്ചിടുന്നു, അവരുടെ യാത്രാ വിസകൾ റദ്ദാക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ, ക്ഷേത്രങ്ങൾ തല്ലി തകർക്കുക, അങ്ങനെ വലിയ പീഡനങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുനെസ് സർക്കാരിൻ്റെ ഭരിക്കുന്ന സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ അരക്കൻ ആർമിക്ക് നൽകുമ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി, അത് കാരണം ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ബലൂചിസ്ഥാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തി അവർ റിപ്പബ്ലിക് ഓഫ് ബലൂച്ച് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അരക്കൻ ആർമിക്ക് ആയുധങ്ങളുമായ അമേരിക്കൻ വിമാനം എത്തുന്നു. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? എന്തോ ഗൂഢലക്ഷ്യം അമേരിക്ക കാണുന്നുണ്ട് ഇതിന് പിന്നിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ആയുധങ്ങളുമായിട്ട് അവിടെ എത്തി എന്ന് പറയുന്നത് അരക്കൻ ആർമിയെ സഹായിക്കാനാണെങ്കിൽ അതിന് പിന്നിൽ എന്താ ലക്ഷ്യം? അതും ആലോചിക്കണം. കാരണം പാകിസ്ഥാനിൽ നിലവിൽ ഭയങ്കര ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ബലൂജ് മേഖല സ്വതന്ത്രമായി എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഇപ്പുറത്ത് ഖൈബർ പഷ്തൂൺഖായിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. സിന്ധു ദേശത്തും പഞ്ചാബ് മേഖലയിലും പ്രതിസന്ധികൾ, ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. ഒപ്പം ബംഗ്ലാദേശിലും ചില പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അതായത് ഈ ബീഗം ഖാലിദാസിയെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു. ഷെയ്ഖ് ഹസീന ഒരിക്കലും ഇവിടെ വരാതിരിക്കാനുള്ള തന്ത്രങ്ങൾ യൂനിസ് സർക്കാർ നടപ്പാക്കുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ ചില അട്ടിമറികൾക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. എന്ന് പറഞ്ഞാൽ സൈന്യാധിപനായ വാക്കറുസ്സമാനെ പുറത്താക്കാനായിട്ട് യൂനിസ് ഭരണകൂടം ചില ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരു പട്ടാള അട്ടിമറിക്കുള്ള കോപ്പ് വാക്കറുസ്സമാൻ ഇപ്പുറത്ത് കൂട്ടുന്നു.
അങ്ങനെ ഒരു പട്ടാള അട്ടിമറി നടത്തിയാൽ ഒരു പക്ഷേ ബാക്കിയുള്ള കാലം ഈ യൂനിസിന് ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ അരക്കൻ ആർമിക്ക് അല്ലെങ്കിൽ അവരെ ആയുധമണിയിക്കാനുള്ള അമേരിക്കൻ ശ്രമത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കണം. അപ്പോൾ ഇന്ത്യയുടെ പിന്തുണ, അമേരിക്കൻ പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ അരക്കൻ ആർമിക്ക് ഈ മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് എത്താം. അരക്കൻ ആർമിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഓടി രക്ഷപ്പെടുന്നത്. ഇതേ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. 40 ലക്ഷത്തോളം റോഹിംഗ്യ മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് കൂടാതെയാണ് അരക്കൻ ആർമി അവിടുന്ന് അവരുടെ മേഖലകളിലേക്ക് കടന്നു കയറി അവരെ അവിടുന്ന് ഓടിച്ചു കളയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ ബംഗ്ലാദേശിലും ഉരുണ്ടുകൂടുന്നു. ഈ ബംഗ്ലാദേശിൽ ഉരുണ്ടുകൂടുന്നതിൻ്റെ കാരണം ചിറ്റഗോങ് മേഖലയിൽ ചില പ്രതിസന്ധികളൊക്കെ വരികയും അവിടുത്തെ ഗോത്ര വിഭാഗക്കാർ ഢാക്ക ഭരണകൂടത്തിനെതിരായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നതിൻ്റെ സൂചനകൾ അവിടുത്തെ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. പക്ഷേ അതൊരു കലാപമായി കത്തി പടരാതിരിക്കാനുള്ള മുൻകരുതൽ യൂണിറ്റ് സർക്കാർ എടുക്കുന്നുണ്ട്. കാരണം എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ അടിച്ചമർത്തലാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞിട്ട് അവരെ അടിച്ചമർത്തുക ചെയ്യുന്നത്. ഇവിടെ ചിറ്റഗോങ്ങിൻ്റെ ഒരു അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് അരക്കൻ ആർമിയുടെ കൈവശമുള്ള ഈ മ്യാൻമറിൻ്റെ പ്രദേശമാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറാം. അപ്പോൾ ചിറ്റഗോങ്ങിലുള്ള കുറേ ആൾക്കാർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിലേക്ക് വന്നാൽ ഗോത്ര വിഭാഗക്കാരെ സഹായിക്കാൻ ഈ അരക്കൻ ആർമി വരാം. വേണമെങ്കിൽ ഇന്ത്യയിലെ ഇപ്പം മിസോറാം അതുപോലെ ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഒരു സഹായമൊക്കെ കിട്ടും. ഇത് അവർ പ്രതീക്ഷിക്കുന്നതാണ്, നമ്മളിതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം മൊത്തത്തിൽ ഈ കലക്കവെള്ളത്തിൽ അമേരിക്ക ഒരു വിമാനം കൂടി കൊണ്ടിടുന്നു. അപ്പോൾ എപ്പോഴും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സ്വഭാവമാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കൻ വിമാനം യുദ്ധ സാമഗ്രികളുമായിട്ട് ബംഗ്ലാദേശിൽ തന്നെ ചെന്നിറങ്ങുന്നു. അതാണ് വലിയ സംശയം ഉണ്ടാക്കുന്നത്. എന്തിനാണ് മുഹമ്മദ് യൂനിസ് സർക്കാരിന് സഹായം എന്ന രീതിയിൽ ഒരു അമേരിക്കൻ വിമാനം ഇറങ്ങുന്നത്? എന്നാൽ ഈ അമേരിക്കൻ വിമാനം ഇറങ്ങി എന്നുള്ളത് അമേരിക്ക ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല. പക്ഷേ ചില ഉന്നത കേന്ദ്രങ്ങളുള്ളവർ തന്നെ പറയുന്നത് ഞങ്ങളുടെ വിമാനം അവിടെയുണ്ട്, അതിൽ ആയുധങ്ങളാണെന്ന് പറയുന്നു. ഇത് ബംഗ്ലാദേശിന് കൊടുക്കാനാണോ അതുപോലെ അരക്കൻ ആർമിക്ക് കൊടുക്കാനാണോ എന്ന് പറയുന്നില്ല. പക്ഷേ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പറയുന്നു നമ്മുടെ രാജ്യത്തേക്ക് അങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടില്ല, നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് അരക്കൻ ആർമിക്കായിരിക്കാം. എന്തിനാണ് അരക്കൻ ആർമിക്ക് കൊടുക്കുന്നത്? മ്യാൻമാറിലെ പോലെ ചില കടന്നുകയറ്റങ്ങൾ ബംഗ്ലാദേശിലേക്ക് നടക്കുന്നുണ്ടോ? അപ്പോൾ പാകിസ്ഥാന് വേണ്ടി അനാവശ്യമായ ഇടപെടൽ നടത്തിയ ബംഗ്ലാദേശിന് ഒരു പണിയായിരിക്കുമോ ഇതെന്ന് സംശയമുണ്ട്. കാരണം എന്താ അറിയാം, അനാവശ്യ ഇടപെടൽ നടത്തിയ തുർക്കിയുടെ പണി ഇപ്പോൾ അറിയാമല്ലോ, മൊത്തം തുർക്കിയുടെ അടപ്പ് കീറുന്ന അവസ്ഥയിലേക്ക് എത്തി. അടുത്ത അസർബൈജാനും അടുത്ത പണിയായിട്ട് വന്നു. ഈ രണ്ട് രാജ്യങ്ങൾ കൂടാതെ ചൈന ഓലപ്പടക്കം കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു കച്ചവടം ഏതാണ്ട് പൂട്ടിച്ചു. അപ്പോൾ സഹായിക്കുന്നവർക്കെല്ലാം പണി കൊടുത്തു. ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്ന എന്താ, നയതന്ത്രപരമായി ഇടപെടൽ നടത്തി. അതായത് തുർക്കിക്ക് പണി കൊടുക്കാൻ സൗദിയെ പിടിച്ച് നയതന്ത്രപരമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇനി സൗദി പാകിസ്ഥാനെ ബ്ലോക്ക് ചെയ്തോളും. ഇപ്പുറത്ത് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ഭീഷണിയൊക്കെ മുഴക്കുന്നു. അപ്പോൾ പതുക്കെ അരക്കൻ ആർമി ഉപയോഗിക്കുന്നു. അത് ആരെ ഉപയോഗിച്ചിട്ട്? അമേരിക്കൻ പിന്തുണ. മൊത്തത്തിൽ നമുക്കൊരു മൊത്തത്തിൽ ഇന്ത്യയെ ചൊറിയാൻ അല്ലെങ്കിൽ ഭീകരവാദം അല്ലെങ്കിൽ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടാക്കി ഇന്ത്യയെ ചൊറിയാൻ ശ്രമിക്കുന്നവരെയൊക്കെ ഇന്ത്യയുടെ തന്നെ വഴിയിലൂടെ പൂട്ടാൻ ശ്രമിക്കുന്നത്. തുർക്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ചൈനയുടെ ആയുധ വിപണികൾ കുത്തനെ ഇടിഞ്ഞു എന്നുള്ള വാർത്തകൾ വരുന്നത് പ്രമുഖ മാധ്യമങ്ങൾ വിടില്ല, പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ പാകിസ്ഥാന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകുന്നുണ്ട്. അത് സൗദി വഴി പാകിസ്ഥാന് കിട്ടുന്നുണ്ട്. IMF ഇപ്പോൾ 11 ഉപാധികളല്ല നിബന്ധനകളാണ് പറഞ്ഞേക്കുന്നത്. 11 നിബന്ധനകൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഇനി പാകിസ്ഥാന് 1 രൂപ പോലും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അതായത് 100 കോടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ 100 കോടി കൊടുത്തതിൽ 11 നിബന്ധനകളാണ് വെച്ചേക്കുന്നത്. ആ നിബന്ധനകൾ കൃത്യമായി പാലിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനി കടം ചോദിച്ചാൽ പണം തരൂ. അപ്പോൾ അവിടെയും പാകിസ്ഥാനെ പൂട്ടി കെട്ടി താക്കോലെടുത്ത് അറബിക്കടലിൽ ഇറങ്ങി. ഇനി നീന്തിയാലും കിട്ടില്ല എന്ന തരത്തിലേക്കായി. അപ്പോൾ മൊത്തത്തിൽ പിന്നെ എന്താ പറയുക, കലുഷിതമായ ഇന്ത്യയെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്ത എല്ലാ രാജ്യങ്ങളെയും ഇന്ത്യ ഇങ്ങനെ പൂട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ ബംഗ്ലാദേശ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സിനിജി പറഞ്ഞതുപോലെ ഒരു അമേരിക്കൻ വിമാനം പറന്നിറങ്ങി ബംഗ്ലാദേശിൽ. അത് അവരുടെ ലോജിസ്റ്റിക് പിന്നെ മേധാവി തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് പറന്നിറങ്ങി എന്നുള്ളതിന് എന്ത് ലക്ഷ്യത്തിനാണ്? അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് അരക്കൻ ആർമിക്ക് വേണ്ടിയാണ് ഈ ആയുധങ്ങൾ വന്നത് എന്നാണ് അവിടുത്തെ ബംഗ്ലാദേശിൽ തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അരക്കൻ ആർമിക്ക് ഇത് കൊടുത്തിട്ട് എന്ത് ലക്ഷ്യമാണ് അമേരിക്ക നേടാൻ ഇരിക്കുന്നത്? ബംഗ്ലാദേശിലെ ഒരു അട്ടിമറിയാണോ, ഭരണ അട്ടിമറിയാണോ, സൈനിക അട്ടിമറിയാണോ, വീണ്ടും ഷെയ്ഖ് ഹസീനെ കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ കൂടെ നീക്കമാണോ എന്നൊക്കെയുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യും. എന്തായാലും അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ തകർച്ച തന്നെയാണ്. ഈ ഒരു പരിധിവരെ ബംഗ്ലാദേശ് അത് അർഹിക്കുന്നുമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.